നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഔഷധിയുടെ കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതുവഴിയാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. അല്ലെങ്കിൽ നമ്മൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താലും ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിവിധ പോസ്റ്റിലേക്കായിട്ടാണ് ഔഷധി വിളിച്ചിരിക്കുന്നത്. ഔഷധിയുടെ ഒഫീഷ്യൽ സൈറ്റായിട്ടുള്ള കരിയർ പേജിലോട്ട് നിങ്ങൾ പോയാലും നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസൊക്കെ ലഭിക്കുന്നതാണ്. റിസപ്ഷനിസ്റ്റ്, ബോയിലർ ഓപ്പറേറ്റർ, പ്രൊഡക്ഷൻ സൂപ്പർവൈസർ, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, റിസർച്ച് അസോസിയേറ്റ്, ഇങ്ങനെ 5 പോസ്റ്റിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കൂടി ഈ ഒരു വിൻഡോയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഡൗൺലോഡ് നോട്ടിഫിക്കേഷനിൽ കൊടുത്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അത് നമ്മൾ നോക്കുന്നത് റിസപ്ഷനിസ്റ്റ് പോസ്റ്റാണ്. ഇതിലേക്ക് വന്നിരിക്കുന്നത് ഒരു വേക്കൻസിയാണ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, അതോടൊപ്പം മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷയിലുള്ള പ്രാവീണ്യമാണ് ചോദിച്ചിരിക്കുന്നത്. വയസ്സ് വന്നിരിക്കുന്നത് 20 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പ്രതിമാസം നിങ്ങൾക്ക് 14,600 രൂപയായിരിക്കും ലഭിക്കുക. അർഹരായവർ സർക്കാർ ചട്ടങ്ങൾ പ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം 12/2/2025 5 മണിക്ക് മുൻപായിട്ട് ഔഷധിയുടെ കുട്ടനെല്ലൂർ ഓഫീസിൽ അപേക്ഷ ലഭിക്കുന്ന വിധത്തിൽ നിങ്ങൾ അയക്കേണ്ടതാണ്. അപേക്ഷയിൽ ഫോൺ നമ്പർ നിർബന്ധമായിട്ടും വെക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കരാറടിസ്ഥാനത്തിലാണ്, താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് www.aushadhi.org എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഇവർ ഇമെയിൽ ID കൂടി കൊടുത്തിട്ടുണ്ട്, administrator@aushadhi.org. നമുക്ക് അടുത്ത പോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോയിലർ ഓപ്പറേറ്ററാണ്. ആ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് ഒരു വേക്കൻസിയാണ്. ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ബോയിലർ കോമൻസി സർട്ടിഫിക്കറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 41 വയസ്സ് തന്നെയാണ് അതിലേക്കും വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ്. 19,750 രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുക. മറ്റു കാര്യങ്ങൾ സെയിം തന്നെയാണ്. 12/2 തന്നെയാണ് ഇൻ്റർവ്യൂ. നിങ്ങൾ വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കോപ്പിയുമായിട്ടാണ് അപേക്ഷ അയക്കേണ്ടതായിട്ടുള്ളത്. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ആണ് എങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് 2 ഒഴിവുകളാണ്. BSc കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ബോട്ടണി ഓർ ബയോടെക്നോളജി, ഇതിലേതെങ്കിലും ഒന്നിലുള്ള BSc അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BPharm ആയുർവേദ കഴിഞ്ഞിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം. 20 to 41 തന്നെയാണ് വയസ്സ്. 15,600 രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുക. അവസാന തീയതി വന്നിരിക്കുന്നത് 12/2/2025 വൈകുന്നേരം 5 മണിയാണ്. സർട്ടിഫിക്കറ്റും വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവയുടെ കോപ്പീസുമായിട്ട് അപേക്ഷ നിങ്ങൾ അയക്കേണ്ടതാണ്. കോസ്റ്റ് അക്കൗണ്ടൻറ്റ് നോക്കുന്ന സമയത്ത് അതിലേക്കും 12/2/2025 തന്നെയാണ് അവസാന തീയതി വന്നിരിക്കുന്നത്. ഒരു ഒഴിവാണുള്ളത്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, CMA ക്വാളിഫൈഡ്, മാനുഫാക്ചറിംഗ് സ്ഥാപനത്തിൽ സൂപ്പർവൈസറി കേഡറിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. 41 വയസ്സാണ് ഏജ് ലിമിറ്റ്. 50,200 രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുക. ഇനി 5ാമത്തെ പോസ്റ്റായിട്ടുള്ള റിസർച്ച് അസോസിയേറ്റ് നോക്കുന്ന സമയത്ത് ആ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് വിവിധ യോഗ്യതയുള്ളവരെ വിളിച്ചിട്ടുണ്ട്. 5ഓളം പോസ്റ്റിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അവസാന തീയതി 12/2 തന്നെയാണ്. MPharm ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. റിസർച്ച് അസോസിയേറ്റ് ഫാർമസിയിലേക്കാണെങ്കിൽ MPharm 31,750 രൂപയായിരിക്കും സാലറി. റിസർച്ച് അസോസിയേറ്റ് ബോട്ടണിയിലേക്കാണെങ്കിൽ 60% മാർക്കോടെ MSc ബോട്ടണി ഓർ പ്ലാന്റ് സയൻസ് അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം.
PhD ബോട്ടണി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. 41 വയസ്സാണ് ഏജ് ലിമിറ്റ്. 31,750 രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുക. ബയോടെക്നോളജിയിലേക്കാണ് എങ്കിൽ 60% മാർക്കോട് കൂടിയിട്ടുള്ള MSc ബോട്ടണി ഓർ ബയോടെക്നോളജി അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള യോഗ്യത. രണ്ടാമതായിട്ട് PhD കൂടി ചോദിക്കുന്നുണ്ട്. 31,000 ആയിരിക്കും പ്രതിമാസം ലഭിക്കുക. മൈക്രോബയോളജിയിലും സെയിം തന്നെയാണ്. ഇൻസ്ട്രുമെൻറ്റേഷനിലും സെയിം ക്വാളിഫിക്കേഷനാണ് ചോദിക്കുന്നത്. കെമിസ്ട്രി അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള യോഗ്യത പ്ലസ് PhD. 31,750 രൂപയാണ് അതിലേക്കും പ്രതിമാസം വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും. അപ്പോൾ നിങ്ങൾ സംശയങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു administrator@aushadhi.org എന്ന മെയിൽ ഐ ഡിയിലേക്ക് ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.